ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നിപ്പോൾ ഈദൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ചെറിയൊരു പിറന്നാൾ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റ് ഞാൻ പിറന്നാൾ ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറന്നാൾ ഡ്രസ്സ് ഞാൻ അന്ന് കാണിക്കാമെന്ന്, പിറന്നാളിൻ്റെ അന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ എന്തായാലും ശരിക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പം എന്താണ് കയ്യിലൊക്കെ മൈലാഞ്ചി ഇട്ടത് എനിക്ക് ഉമ്മിട്ടെന്നാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇത് ഞാൻ ഇട്ടതാണ്. ഇപ്പം എന്താണ് പിന്നെ പെരുന്നാൾ രാവിലെ ഞാൻ എടുത്ത വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. അപ്പം എന്താണ് ഞാൻ രാവിലെ തന്നെ എണീറ്റിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്താണ് പത്തിരിയൊക്കെ കയറുന്നു, അങ്ങനെ ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ ഇക്കാക്കയും വാപ്പിയും വരും. എന്നിട്ട് കുറച്ച് കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ട്. എന്നിട്ട് അവിടെ ചെന്ന് എല്ലാവരെയും ഒന്ന് ഈദ് മുബാറക്ക് പറഞ്ഞ് വിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്നാലും നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈദ് മുബാറക് ഫ്രണ്ട്സ്. അപ്പോൾ നേരെ എന്താണ് അനുരാധയും അഫാനയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം. അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ വെക്കണമായിരുന്നു ഇല്ലേ. അപ്പോൾ എൻ്റെ വപ്പിക്കൊക്കെ ആണെങ്കിൽ പള്ളിയിൽ പോയേക്കാനായിരുന്നു. അപ്പോൾ ഇവർ ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാവരും എന്താണ് ഞങ്ങളുടെയും വിഷയമാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മൂത്താപ്പാഴ വീട്ടിലേക്കൊക്കെ പോകാനുണ്ട്. ഇതൊക്കെ അല്ലേ, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാനുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി പിന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഞാൻ നേരത്തെ കാണിച്ചെങ്കിൽ ക്ലിയർ ആയില്ലാണ്. അപ്പോൾ എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെ പള്ളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ മൂത്താപ്പാടെ അടുത്ത് ഉമ്മയുടെ അടുത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ അവിടുന്ന് ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് ഇതുമ്പാറക്കൊക്കെ പറഞ്ഞ വിഷയമാണ്. അപ്പോൾ പോകാനായിട്ട് അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ നേരെ ഇപ്പോൾ ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് എല്ലാവരുടെ അടുത്ത് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു മൂത്താപ്പയുടെ അടുത്ത് പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളോട്ട് ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഇതിനും ഞങ്ങൾ വരാറുണ്ട്. പിന്നെ വേറെയും കുറേ സ്ഥലത്ത് പോയി, പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, മറന്നുപോയി. പിന്നെ ഇവിടെയും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം എന്താണ് അങ്ങനെ നമ്മൾ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായില്ല. അങ്ങനെ ലൈവെല്ലാം കഴിഞ്ഞ് പിന്നെ എന്താണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കാൻ പോകണുണ്ട്. അപ്പോൾ എൻ്റെ അതിനൊരു ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഞങ്ങളങ്ങനെ കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്തിലേക്ക് ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുരാധയും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കുന്നുണ്ട് ഫുഡ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ടാണ് ചിക്കൻ ബിരിയാണി വേണ്ടി. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഇതിനെ കുറച്ച് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് എന്താണ് കുറച്ച് നേരം റിലാക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് നടക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇപ്പം അനുരാധയും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ഒമാൻ അഫാനേക്ക് ഇരിക്കണ്ട കേട്ടോ. ഞങ്ങൾ അങ്ങനെ നടക്കാൻ പോണാണ്. പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പം നമുക്ക് ഇങ്ങനെ ബോറടിക്കുമ്പോൾ നടക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ച്. ഫ്രണ്ട്സ്, അപ്പോൾ വീട്ടിലിരുന്ന് കുറേ നേരം ഞങ്ങൾ വീട്ടിലിരുന്ന് ഇനിയിപ്പോൾ ബോറടി ആയിട്ടുണ്ട്. അപ്പോൾ ബോറടിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും മിഠായി വാങ്ങിക്കാൻ പോകണം കേട്ടോ. നോമ്പൊക്കെ തീർന്നില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ മിഠായി വാങ്ങിച്ച് നടക്കുക ഫ്രണ്ട്സ്. നോമ്പിന് മിഠായി വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ നടക്കാം. ഇല്ല നല്ലത് നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാം. നമുക്കിതിനി പിച്ചുണ്ടാവാൻ നമുക്ക് വാങ്ങിക്കാം.
വാങ്ങിച്ചേക്കണേ. കൊറേ സിപ്പൊക്കെ തിന്നാടി കാലം പറ്റി. ഇത് ഹാഫ് അടിക്കാം, അവയും കുടിക്കും. ആദ്യം തിന്നില്ലേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഈ ഒരു പെരുന്നാൾ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടായിരിക്കും. ബൈ ബൈ.